നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രണ്ടമ്മമാരുടെ മുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം നിറഞ്ഞു നിൽക്കുന്നത്. ഒന്ന്, 8 വർഷം മുമ്പ് പരീക്ഷ എഴുതാൻ വേണ്ടി പോയ മകനെ കുറിച്ച് ആലോചിക്കുന്ന അമ്മ. പിന്നീട് അവൻ ഇതുവരെ തിരികെ വന്നിരുന്നില്ല. ഇന്ന് മാധ്യമങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുമ്പിൽ നിറകണ്ണുകളോടെ തന്റെ മകൻ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് നിസ്സഹായയായി നിൽക്കേണ്ടി വന്നിരിക്കുകയാണ് ആ ഉമ്മയ്ക്ക്. ഭീകരൻ ആദിലിന്റെ ഉമ്മ ഷഹസാദ. രണ്ടാമത്തേത്, 26-ലധികം ആളുകൾ വെടികൊണ്ട് മരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ ആരെന്ന് പോലും അറിയില്ല എങ്കിലും വെടിയേൽക്കുന്നത് ഇന്ത്യൻ സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കി അവരെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് മുന്നോട്ട് പോയി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച മകന്റെ ഉമ്മ. അതെ, സയ്യിദ് ആദിൽ ഹുസൈൻ ഷായുടെ ഉമ്മ. ഈ രണ്ടമ്മമാർക്കും ഇന്ന് നെഞ്ചു പൊട്ടുന്ന വേദനയുണ്ട് മക്കളെ ഓർത്ത്. ഒരാൾ മകനെക്കുറിച്ച് ആലോചിച്ച് തലകുനിച്ച് അപമാനിതയായി നിൽക്കുന്നു. മറുവശത്ത് മകന്റെ വിയോഗത്തിലും മകന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ച് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന അമ്മ. ഭീകരവാദത്തിൽ പങ്കാളിയായ 2 പ്രാദേശിക ഭീകരിൽ ഒരാളാണ് ആദിൽ എന്ന് പറയുന്നത്. ഇതിൽ ആദിൽ ഇനി മരണപ്പെടുന്നതാണ് നല്ലതെന്ന് തന്നെയാണ് അമ്മ ഷഹസാദ പ്രതികരിക്കുന്നത്. ഭീകരാക്രമണവുമായി മകന് ബന്ധമുണ്ടെന്ന് കരുതിയിരുന്നില്ല എന്നും എന്നാൽ പങ്ക് വ്യക്തമാക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ട് എങ്കിൽ മകനെതിരെ കൃത്യമായി നടപടിയെടുക്കണം, അവൻ മരിക്കുന്നതാണ് നല്ലതെന്നതാണ് ആ ഉമ്മ പറയുന്നത്. കുടുംബം യാതൊരു തരത്തിലും ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും ഞാനും മറ്റു 2 മക്കളും അവരുടെ ചെറിയ കുട്ടികളും താമസിക്കുന്ന വീടാണ് കഴിഞ്ഞ ദിവസം സ്ഫോടനം നടത്തി അധികൃതർ തകർത്തതെന്നുമാണ് ആ ഉമ്മയ്ക്ക് പറയേണ്ടി വന്നത്. ഇനി അങ്ങോട്ട് എവിടെയാണ് ഞങ്ങൾ ജീവിക്കുക എന്നതൊക്കെ ആ ഉമ്മ ചോദിക്കുകയാണ്. തന്റെ മകന്റെ പ്രവർത്തനം മൂലമാണ് ഒരു വീട് തന്നെ ഇല്ലാതായിരിക്കുന്നത്, തന്റെ കുടുംബം തന്നെ ഇല്ലാതായിരിക്കുന്നത്. സെക്യൂരിറ്റി ഏജൻസി ബലമായാണ് തങ്ങളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയതെന്നും ഈ ഉമ്മ പറയുകയാണ്. വീടിന് അടുത്തു തന്നെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്തു വരികയായിരുന്നു ആദിലെന്നാണ് വിവരം. ബിരുദാനന്തര ബിരുദധാരിയാണ് ഇയാൾ. മകനെപ്പറ്റി 8 വർഷമായി യാതൊരു വിവരവും ഉണ്ടായില്ല എന്നും മകൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാലും ഒന്നും പറയാനില്ല എന്നുമാണ് ആ അമ്മ നിസ്സഹായതയോടെ പറയേണ്ടി വന്നിരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ പങ്കാളിയായ 2 പ്രാദേശിക ഭീകരിൽ ഒരാളാണ് ഈ പറയുന്ന ആദിൽ. ആസിഫ് എന്ന യുവാവാണ് മറ്റൊരാൾ. 2 പേരുടെയും വീടുകൾ കഴിഞ്ഞ ദിവസമാണ് പ്രാദേശിക സർക്കാർ ഇത് തകർത്തെറിഞ്ഞത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ഭീകരരുടെ വീടുകൾ തകർത്തത്. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. ത്രാൽ സ്വദേശിയായിട്ടുള്ള ആസിഫ്, ബിജ് ബഹേര സ്വദേശിയായ ആദിൽ തോക്കൽ എന്നീ ഭീകരരുടെ വീടുകളാണ് കഴിഞ്ഞ ദിവസം അധികൃതർ തകർത്തെറിഞ്ഞത്. ഇരുവരും ലഷ്കർ-ഇ ത്വയ്ബയുമായി ബന്ധം പുലർത്തിയവരായിരുന്നു എന്ന് തന്നെ നേരത്തെ പോലീസിന് അധികൃതർക്ക് വിവരം ലഭിച്ചിരുന്നു. അതേസമയം മറുവശത്തുള്ളത് രാജ്യമെങ്ങും ഓർത്തെടുക്കുന്ന ഒരു കുതിരക്കാരന്റെ ഉമ്മയാണ്. അവനെ ഓർത്ത അഭിമാനത്തിൽ വേദന തിന്നുന്ന ഒരമ്മയെയാണ് നമ്മളവിടെ കാണുന്നത്. സയ്യിദ് ആദിൽ ഹുസൈൻ ഷായുടെ ഉമ്മ. അവൻ അതിഥികളായ അന്യദേശക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് തന്റെ ജീവൻ ത്യജിച്ചത്. മകനെ ഓർക്കുമ്പോൾ തങ്ങൾക്ക് അഭിമാനമെന്ന് ആദിലിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ പറയുകയാണ്. തന്റെ മകന്റെ മരണവാർത്ത സ്വീകരിക്കുമ്പോൾ കണ്ണീരുമായി അഭിമാനത്തോടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പഹൽഗാമിലെ ബൈസാരൻ താഴ്വരയിൽ ഭീകരരുടെ ആക്രമണത്തിൽ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിക്കവെയാണ് 28-കാരനായിട്ടുള്ള സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ജീവത്യാഗം ചെയ്തത്. പ്രദേശത്തെ കുതിരസവാരിക്കാരനായി ജോലി ചെയ്തിരുന്ന ആദിൽ ആക്രമണത്തിനിടെ ഭീകരരിൽ നിന്ന് റൈഫിൾ തട്ടിപ്പറിച്ചെടുത്ത് യാത്രക്കാരെ സംരക്ഷിക്കാൻ ധൈര്യത്തോടെ മുന്നോട്ടേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. അതിനിടെ വെടിയേറ്റാണ് അദ്ദേഹം മരണപ്പെടുന്നത്. സഞ്ചാരികളെ രക്ഷിക്കാൻ അവൻ ചെയ്ത ജീവത്യാഗമാണ് ഇതെന്നത് ഞങ്ങൾക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അവന്റെ മരണം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എങ്കിലും രാജ്യത്തിനു വേണ്ടിയാണ് മരണമെന്നത് ഓർത്തെടുക്കുന്നു. ഞാനും ജീവിതം അവസാനിപ്പിക്കാൻ ആലോചിച്ചിരുന്നുവെന്നും എന്നാൽ അവൻ കാണിച്ച ധൈര്യം ജീവിക്കാനുള്ള ശക്തി തന്നു എന്നുമാണ് ആ ഒരു ആദിലിന്റെ മാതാപിതാക്കൾ പറയുന്നത്. മാതാപിതാക്കളും 2 സഹോദരന്മാരും 2 സഹോദരിമാരും അടങ്ങുന്ന കുടുംബമായിരുന്നു ആദിലിൻ്റെത്. ആദിലിന്റെ വിയോഗം കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് നഷ്ടമാക്കിയത് എന്നതൊക്കെ ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. സംഭവ ദിവസം രാവിലെയാണ് ആദിൽ അവസാനമായിട്ട് ഈ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ബൈസാരനിൽ വിനോദസഞ്ചാര
കാര്യങ്ങൾ ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനെ വിളിച്ചുകൊണ്ടേയിരുന്നുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയതാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. വൈകിട്ട് 4:30 വീണ്ടും ഞങ്ങൾ അവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഫോൺ റിങ് ചെയ്തെങ്കിലും ആരും ആ ഫോൺ എടുത്തിരുന്നില്ല. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് അവൻ മരിച്ചു എന്ന വിവരം ഞങ്ങൾ അറിയുന്നതെന്ന് ഈ ബന്ധുക്കൾ സംഭവം നടന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്റെ മറ്റൊരു മകനും കസിനും ആശുപത്രിയിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് മരണവിവരം അറിഞ്ഞതെന്നാണ് മാതാപിതാക്കൾ അറിയിച്ചത്. ഈ ക്രൂരകൃത്യം ചെയ്തവരെ വെറുതെ വിടരുത് എന്നും മകൻ ഉൾപ്പെടെയുള്ളവരെ മരിച്ചവർക്കെല്ലാവർക്കും നീതി വാങ്ങിക്കൊടുക്കണമെന്നും ആ പിതാവും ആ മാതാവും ഒക്കെ ഒന്നടങ്കം പറയുകയാണ്. ആദിൽ നല്ല മനുഷ്യനായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ സഹോദരി അസ്മയും പ്രതികരിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് തീവ്രവാദികൾ തട്ടിയെടുത്തത്. കുടുംബത്തിന്റെ ഭാവി തന്നെ ഇരുളടഞ്ഞ അവസ്ഥയിലാണ് എന്നും ഇവർ പറഞ്ഞു. അതേസമയം ആക്രമണത്തിന് പിന്നാലെ ബന്ദിപ്പോര ഏറ്റുമുട്ടലിൽ ലഷ്കർ-ഇ തൈബ കമാൻഡറെ വധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം എന്ന റിപ്പോർട്ട് കൂടെ ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. അൽദാഫ ലല്ലി എന്ന ഭീകരനെയാണ് കൊന്നിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീർ പോലീസും സൈന്യവും തിരച്ചിൽ നടത്തുന്നതിനിടെ ഒളിച്ചിരുന്ന ഭീകരൻ സൈന്യത്തിനും പോലീസിനും നേരെ വെടി ഉതിർക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കൊലപാതകം നടത്തിയത്. 3 മണിക്കൂറോളം ഇവർ ഏറ്റുമുട്ടൽ നടത്തിയിട്ടുണ്ട്. 2 സൈനികർക്ക് ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു. അതേസമയം ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക് വെടിവയ്പുണ്ടായെന്ന റിപ്പോർട്ടും പുറത്തുവരികയാണ്. ശക്തമായി നേരിട്ടെന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്. വെടിവയ്പിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. വ്യാഴാഴ്ച രാത്രിയാണ് ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് നടത്തിയത്. ശക്തമായ തിരിച്ചടി നൽകിയെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇതിനിടെ പഹൽഗാം ആക്രമണം നടത്തിയവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരക്കാരാണ് ഈ ആക്രമണം നടത്തിയതെന്നതാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. ഭീകരരെ സഹായിച്ചിട്ടുണ്ടെന്ന് പാക് പ്രതിരോധ മന്ത്രി സമ്മതിക്കുകയും ചെയ്തു. 3 പതിറ്റാണ്ടായി പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി പലതും ചെയ്തെന്ന് ഖ്വാജ ആസിഫാണ് വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. ലഷ്കർ-ഇ തൈബയെക്കുറിച്ച് അറിയില്ല എന്നും പാക് പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അനന്ത്നാഗ് അഡീഷണൽ SP-യുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. NIA സംഘം ബൈസരണിൽ നിന്നും ഫോറൻസിക് തെളിവുകൾ അടക്കം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് വിവരം. ഇതിനിടെ പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇതുവരെ ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നപ്പോഴാണ് ജവാനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. അതിർത്തിയിൽ കൃഷി ചെയ്യുന്നവരെ സഹായിക്കാൻ പോയ ജവാനാണ് പാകിസ്ഥാന്റെ പിടിയിലായത്. ജവാന്റെ ചിത്രം പാക് സേന പുറത്തുവിട്ടിരുന്നു. ഫ്ലാഗ് മീറ്റിംഗ് വഴി ചർച്ചയിലൂടെ മോചിപ്പിക്കാനാണ് ശ്രമം തുടരുന്നത്.